യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന കാര്യം എന്തായിരുന്നു? നിങ്ങൾ എല്ലാ ദേശങ്ങളിലേക്കും പോയി എല്ലാവരെയും എനിക്ക് കൽപ്പിച്ചതെല്ലാം അനുസരിപ്പാൻ പഠിപ്പിക്കുവിൻ. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? വിദ്യയില്ലാത്ത, സ്വാധീനമില്ലാത്ത 11 യഹൂദർ ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലേക്കും ഭാഷകളിലേക്കും ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ എങ്ങനെ പോകും? അവർക്ക് പണമില്ല, അധികാരമില്ല, സംഘടനയില്ല, നേതൃത്വമില്ല. മാത്രമല്ല, സ്വന്തം സമൂഹത്തിലും മതത്തിലും അവർ പുറത്താക്കപ്പെട്ടവരായിരുന്നു. അവർക്കൊന്നുമില്ലെന്ന് തോന്നിയെങ്കിലും അവരെല്ലാം മാറ്റി. അവർക്കുണ്ടായിരുന്നത് എന്താണ്? യേശുവുമായുള്ള ഒരു ജീവിതം മാറ്റുന്ന അനുഭവം, ലളിതമായ അനുസരണ മനോഭാവം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പിന്നെ അനവധി ബന്ധങ്ങൾ. ഇന്ന് നാം പറയുന്നത് പോലെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക്. എല്ലാം പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. പിന്നെ പെന്തേക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തിയും പുതുമയും നിറഞ്ഞ ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അന്ന് യെരുശലേമിലെത്തിയിരുന്ന ദൂരെ നിന്നുള്ള യാത്രക്കാരന്മാർ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി അവർ കണ്ടതും അനുഭവിച്ചതും പറഞ്ഞു. അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ആ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞു. അങ്ങനെ യേശുവിനെപ്പറ്റിയുള്ള സുവിശേഷം തീപ്പിടിച്ച പോലെ ലോകമെങ്ങും പടർന്നു. പെന്തേക്കോസ്ത് ശേഷം ആരംഭിച്ച ഈ സാമൂഹിക ബന്ധങ്ങളുടെ പ്രസ്ഥാനമാണ് സുവിശേഷം ലോകമെങ്ങും വൈറലായത്. ഇത് 2000 വർഷം മുമ്പ്. അപ്പോൾ ഇന്ന് നാം എവിടെയാണെന്ന് നോക്കാം. ചില നല്ല വാർത്തകളും ചില അത്ര നല്ലതല്ലാത്തവയുമുണ്ട്. ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്ര നല്ലതല്ലാത്തത്? ശതമാനത്തിൽ മാറ്റമൊന്നുമില്ല. പ്രശ്നമെന്താണ്? പരിഹാരമെങ്ങനെ? യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിനെ അനുസരിക്കുന്ന ശിഷ്യന്മാരല്ല. യേശുവിന്റെ ഒരു ശിഷ്യന്റെ മുഖ്യ ദൗത്യം മറ്റൊരു ശിഷ്യനെ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇന്ന് അത് വളരെ കുറച്ചു പേർ മാത്രമേ ചെയ്യാറുള്ളൂ. ആദ്യ നൂറ്റാണ്ടിൽ ആത്മീയ വിപ്ലവമുണ്ടായത് ശിഷ്യന്മാർ മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കിയത് കൊണ്ടാണ്. 10 100കളായി, 100 ആയിരങ്ങളായി, ആയിരങ്ങൾ ലക്ഷങ്ങളായി, ഒടുവിൽ കോടിക്കണക്കിന് ആളുകളായി. എല്ലാം സംഭവിച്ചത് സാധാരണ മനുഷ്യർ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് മറ്റുള്ളവരെ അതേപോലെ പഠിപ്പിച്ചപ്പോഴാണ്. ഇന്ന് അതേ ആശയം വീണ്ടും ആവശ്യമുള്ളതാണെന്ന് നാം വിശ്വസിക്കുന്നു. അതിനെ നാം ഡിസൈപ്പിൾ മേക്കിംഗ് മൂവ്മെന്റ് DMM എന്ന് വിളിക്കുന്നു. ഒരു DMM എങ്ങനെ ആരംഭിക്കാം? വളരെ ലളിതം. അതിന്റെ എഞ്ചിൻ ഡിസ്കവറി ബൈബിൾ സ്റ്റഡി DBS എന്നതാണ്. ഒരു സമൂഹത്തിനുള്ളിൽ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ശിഷ്യത്വ കോച്ച് അദ്ദേഹത്തെ സഹായിച്ച് അവന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരു ചെറിയ ഗ്രൂപ്പ് രൂപീകരിക്കും. ആ ഗ്രൂപ്പ് ദൈവവചനം പഠിക്കുവാൻ ആരംഭിക്കുന്നു. മീറ്റിംഗിന്റെ ഫോർമാറ്റ് വളരെ ലളിതമാണ്. ഈ വചനഭാഗം എന്താണ് പറയുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? അതെങ്ങനെ പ്രവർത്തിക്കമാക്കാം? നിങ്ങളിത് മറ്റാരോട് ഷെയർ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സ്വയം കണ്ടെത്തൽ, തടസ്സമില്ലാത്ത അനുസരണം, സ്ഥിരമായ പുനരാവർത്തനം, ഇവയാണ് പുതിയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ സ്വാധീന വലയങ്ങളുണ്ട്. അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വ്യക്തിബന്ധങ്ങളും ഡിസൈപ്പിൾഷിപ്പ് മൂവ്മെന്റും തുടങ്ങും. ദേശമോ ഭാഷയോ സംസ്കാരമോ എത്ര വ്യത്യസ്തമായാലും മനുഷ്യർ തങ്ങൾക്ക് പ്രിയമുള്ള കാര്യം മറ്റുള്ളവരോട് പങ്കിടും. സാധാരണയായി നാം ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ പഴയതിനെ പിന്നിൽ വിട്ട് പുതിയത് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആജ്ഞ പൂർത്തിയാക്കുന്നത് എങ്ങനെ എന്നത് ചിന്തിക്കുമ്പോൾ നാം ആദ്യം എങ്ങനെ തുടങ്ങി എന്നതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ആദ്യകാല യേശുശിഷ്യർ ലോകത്തെ കീഴ്മേൽ മറിച്ചത് ലളിതമായ അനുസരണവും സ്വാഭാവിക ബന്ധങ്ങളും മുഖേനയായിരുന്നു. ഇന്നും അതേ കാര്യം വീണ്ടും നടക്കുന്നതായി നാം കാണുന്നു. ആരംഭത്തിലുണ്ടായതുപോലെ അവസാനം വരെയും അതുപോലെ തന്നെ. സാധാരണ മനുഷ്യർ അവരുടെ സ്വാഭാവിക ബന്ധങ്ങളിലൂടെയായി ശിഷ്യന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ ആജ്ഞ പൂർത്തിയാക്കാനുള്ള പദ്ധതി.